രണ്ടാമത്തെ മത്സരം പോർച്ചുഗലും സ്ലൊവേനിയയും തമ്മിലാണ്. ഹാരിസ് നെന്മാറയോടാണ് ചോദ്യം. ഹാരിസ്, കഴിഞ്ഞ തവണ വിറച്ചാണ് പോർച്ചുഗൽ ജോർജിയയോട് പരാജയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു ആത്മവിശ്വാസക്കേട് എന്നൊക്കെ നമുക്ക് പറയാം, അതുണ്ടാകുമോ? അതല്ല, സ്ലൊവേനിയ പൊതുവെ താരതമ്യേന അവർക്കൊരു എതിരാളിയല്ല എന്ന് കരുതേണ്ടതുണ്ടോ? പിന്നെ തീർച്ചയായും അവസാന മത്സരത്തിൽ ഈ ജോർജിയോട് പരാജയപ്പെട്ട മത്സരം വെച്ച് പോർച്ചുഗൽ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. കാരണം റോബർട്ടോ മാർട്ടിനസ് വലിയ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു മത്സരമായിരുന്നു അത്. ഏതാണ്ട് 8 ചേഞ്ചുകൾ തുർക്കിക്കെതിരെയും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയും കളിച്ച ടീമിൽ നിന്ന് 8 ചേഞ്ചുകൾ വരുത്തി വലിയൊരു പരീക്ഷണത്തിന് മുതിർന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജോർജിയക്കെതിരെ പോർച്ചുഗൽ പരാജയപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് പോർച്ചുഗലിന്റെ സ്കോർ ഡെപ്തിനെ നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല. സ്ലൊവേനിയയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ നമുക്ക് ഒരു കുഞ്ഞൻ ടീമുകളെയും എഴുതിത്തള്ളാൻ കഴിയാത്ത രീതിയിൽ ഇംഗ്ലണ്ടും ഡെൻമാർക്കും ഒക്കെയുള്ള ഗ്രൂപ്പിൽ 3ാം സ്ഥാനക്കാരെ കൊണ്ട് ഒരു കളി പോലും തോൽക്കാതെ 3ലും വൻപന്മാരെ സമനിലയിൽ തളച്ചതിന് ശേഷമാണ് ഈ സ്ലൊവേനിയ എന്ന് പറയുന്ന ടീം വരുന്നത് എന്ന് ഓർക്കണം. പോർച്ചുഗലും സ്ലൊവേനിയയും താരതമ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോർച്ചുഗൽ വളരെ ലളിതമായി ഈ കളി ജയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സ്ലൊവേനിയ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് അവർ നോക്കൌട്ടിൽ മത്സരം കളിക്കുന്നത്. ഇതിൽ കൗതുകരമായ ചില വസ്തുതകളുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പോർച്ചുഗൽ കഴിഞ്ഞൊരു 3 മത്സരങ്ങൾ പോർച്ചുഗലിന്റെ പരാജയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ലോകകപ്പ് യൂറോ കപ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അവർ കളിച്ച 2 സന്നാഹ മത്സരങ്ങളിൽ ഒന്ന് ക്രൊയേഷ്യയോടും മറ്റൊന്ന് സ്ലൊവേനിയയോടാണ് അവർ പരാജയപ്പെട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അവർ സ്ലൊവേനിയയോട് അവസാനമായി ഏറ്റുമുട്ടിയ മത്സരത്തിൽ 2-0 പരാജയപ്പെട്ട ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കണം. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമയത്ത് ചെക്ക് റിപ്പബ്ലിക്കിനോടും തുർക്കിയോടും അവർ ഏത് 11ആണോ ഇറക്കിയിട്ടുള്ളത് അതേ 11 തന്നെ വീണ്ടും പരീക്ഷിക്കാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ അവസാനമായിക്കൊണ്ട് അവർ ജോർജിയക്കെതിരെ ഇറക്കിയ 11ൽ നിന്ന് റോബർട്ടോ മാർട്ടിനസ് പഠിച്ച ചില യുവതാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിസ്കോ കോൺസൈസാവയെ പോലെ, കോൺസൈസാവോ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയ താരമാണ്, പക്ഷേ ജാവോ ഫെലിക്സിനെ പോലെ, ഗോൺസാലോ റാമോസിനെ പോലെ ചില കളിക്കാരെ അദ്ദേഹം അവസാന മത്സരത്തിൽ പരീക്ഷിക്കുകയും അതൊരർത്ഥത്തിൽ ഫലം ഗോൾ നേടാനായില്ല എന്നൊഴിച്ചു നിർത്തിയാൽ ഒരർത്ഥത്തിൽ ഫലം കാണുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടതാണ്. റോബർട്ടോ മാർട്ടിനസിന്റെ ആവനാഴിയിൽ ഫ്രാൻസിസ്കോ കോൺസൈസയുണ്ട്, ജാവോ ഫെലിക്സ് ഉണ്ട്. അപ്പം അതൊക്കെ കൃത്യസമയത്ത് വേണ്ട സമയത്ത് ഇറക്കാൻ അദ്ദേഹത്തിന് അറിയാം എന്നാണ് ഹാരിസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ ഒരു വിഷമമുള്ളത് ഹാരിസ് CR7 ഇതുവരെ ഗോൾ നേടിയില്ല. ആരാധകർ ഞങ്ങൾ തൃപ്തരല്ല അക്കാര്യത്തിൽ. സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയക്കെതിരെ ക്രിസ്ത്യാനോയെ റോബർട്ടോ മാർട്ടിനസ് സബ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് അദ്ദേഹം അരിശം പ്രകടിപ്പിക്കുന്നൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുള്ളതാണ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ്, ഒരു ഇതിഹാസമാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമായി ഇരിക്കെ തന്നെ അദ്ദേഹം കളിയിൽ എത്രമേൽ പോർച്ചുഗലിന്റെ 11ൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന കാര്യം വളരെ സംശയമാണ്. ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ള അറ്റംപ്റ്റുകളിൽ ഒരേ ഒരു അസിസ്റ്റാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് അദ്ദേഹത്തിന്റെ മിന്നലാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജോർജിയക്കെതിരെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രീ കിക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ജോർജിയയുടെ ഗോൾ കീപ്പർ തട്ടിയകറ്റുന്നത് കണ്ടത് എന്നതൊഴിച്ചാൽ ഇതുവരെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കാൾ മികച്ച ഒരർത്ഥത്തിൽ ഈ സമയത്ത് അദ്ദേഹത്തെക്കാൾ മികച്ച ആളുകൾ അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരിക്കെ, ബെഞ്ചിൽ ഉണ്ടായിരിക്കെ ഇന്നും ക്രിസ്ത്യാനോയെ സബ് ചെയ്യാനുള്ള സാധ്യത. ഗോളിനേക്കാൾ ഒരു വലിയ അസിസ്റ്റ് അദ്ദേഹം നൽകിയത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ തീർച്ചയായും CR7 ഗോൾ അടിച്ച് തിരികെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഓക്കെ.